ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ അച്ചാറാണ്. ഇത് നമ്മളധികം ആരും തയ്യാറാക്കാത്ത ഒരു അച്ചാറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പാൻ അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്കിനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നല്ലോണം മൂപ്പിച്ചെടുത്തുകൊണ്ട് വരാം നമുക്ക്. ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം നല്ലോണം മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ ലോ ഫ്ലെയിമിലായിരിക്കണം. അതിൻ്റെ അകത്തേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കാം. നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന 2 തക്കാളി കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കാം. തക്കാളി നല്ലോണം വെന്ത് കുറുകി വരണം. എന്നിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി നല്ലോണം കിടന്നൊന്ന് വെന്ത് യോജിക്കട്ടെ കേട്ടോ. തക്കാളി നല്ലോണം വെന്ത് ഒന്ന് ഉടയുന്ന പാകമാണ്. നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നല്ലോണം വെന്ത് യോജിച്ചിട്ടുണ്ട്. നമുക്ക് 1 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ആ പുളിവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കാം. അപ്പോൾ അധികം പുളിയില്ലാത്ത തക്കാളി ആയതുകൊണ്ടാണ് പുളി എടുത്തത്. നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ പുളിയുടെ ആവശ്യമില്ല. ഇത് അധികം പുളിയില്ലാത്ത തക്കാളി ആയിരുന്നു. എല്ലാം കൂടി ഒന്ന് തിളച്ച് എണ്ണയൊന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്തിരി കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 3-4 ദിവസം വരെയൊക്കെ കേടുകൂടാതെ പുറത്തിരിക്കുന്ന ഒരു അച്ചാറാണ്. അതായത് നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആവശ്യം പോലെ നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അച്ചാറാണ്. ഒരുപാട് ദിവസമൊന്നും വയ്ക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഉടനെ തന്നെ വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.